മലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. ഇന്ന് കല്ലറക്ക് പോണതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ഒരു പഴയ ലൊക്കേഷനിൽ വെള്ളം കയറിയുന്നുണ്ട്. അപ്പോൾ ഈ ആരംഭ സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ ആരംഭ സ്ഥലങ്ങൾ എന്നാൽ എൻഡ് കയറിയിട്ട് വെള്ളം കയറിയിട്ട് എൻഡ് ആ സ്ഥലങ്ങളിൽ മീൻ കയറി കിടക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് കാസ്റ്റിങ്ങിലേക്ക് ഇറങ്ങാൻ ഓർത്തിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നോക്കി കംപ്ലീറ്റ് വെള്ളം കയറിയേക്കാണ്. അപ്പോൾ ഇതിന് കിട്ടോ ഇല്ലയോ എന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്ലേസിലേക്ക് പോകും. അങ്ങനെ ഫസ്റ്റ് ബ്രാലിനെ കണ്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടി. ചെറിയ ബ്രാലാണ് നമുക്ക് വിട്ടാലാ റിലീസ് ചെയ്യാം. ചെറിയ ബ്രാലാണ് സിമ്പിളായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഊരിയാണ്ട് കിട്ടുക. നമുക്ക് റിലീസ് ചെയ്തേക്കാം. പോയിട്ടുണ്ട് കേട്ടോ. ഗുഡ് ബൈ. അടിച്ചു കേട്ടോ. രണ്ടാമത്തെ ബ്രാലിനെ കിട്ടിയാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. തെറ്റില്ലെങ്കിൽ എടുക്കാം നമുക്ക്. ഇത് വലിയ തെറ്റില്ല കേട്ടോ. അതിൽ നിന്ന് ഇച്ചിരി കൂടി ബെറ്ററാന്നുള്ളൂ. ഒരുപാട് വലിപ്പമൊന്നുമില്ല, എന്നാലും അതിൽ നിന്ന് ഇച്ചിരി കൂടി ബെറ്റർ. ഓക്കെ, നമുക്ക് അതിനെ പോക്കാം. ഇനിയിപ്പോൾ നമുക്ക് യാത്ര കല്ലറയിലേക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ. ഇങ്ങോട്ട് വന്നേക്കാണ്. കല്ലറ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന പാടങ്ങളാണ് കേട്ടോ. പാടത്ത് എവിടെ മീനുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. ബാക്കിയുള്ള കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് നമുക്ക് മീനടിക്കും. പിന്നെ അടുത്ത സ്ഥലം കണ്ടെത്തുക. കണ്ടമാനം പാടം കിടക്കും. ഇതിപ്പോൾ ഒരു ഏരിയ മാത്രമാണ്, അതിനും മാത്രം സ്ഥലമാണ്. അപ്പോൾ അവിടെ മീനുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മുടെ ആ പഴയ സ്പോട്ടിലേക്കൊക്കെ വന്നേക്കാണ്. അപ്പോൾ പുള്ളിക്ക് ബൈറ്റ് കാസ്റ്റിൽ ഒരു മീനിനെ പിടിക്കണമെന്ന് വലിയൊരു ആശ. അപ്പോൾ നമ്മുടെ ഏരിയയിലൊന്നും മീനടിക്കല. അപ്പോൾ നമ്മൾ പോന്നേക്കണേ കേട്ടോ. അവ അടിപ്പം പ്രാണ കിട്ടിയാൽ വെക്കാം. നല്ല ബ്രാല കിട്ടിയാണ് കേട്ടോ. സൂപ്പർ. സിക്കാടാന്ന് പറഞ്ഞ പ്രൊഗിയുടെ പഴയ സാധനം വന്നിട്ട് ആ സാധനമാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. സിക്കാട നിലവിൽ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന മീനാണ് ഞാൻ പൊക്കിയത്. അപ്പോൾ നമുക്ക് അതിനെ റിലീസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കണായതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യണ്ട. ഇവിടെ കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പോൾ ഓക്കെ, എങ്ങനെ എന്താ സംഭവം? ബാക്ക് ക്ലാഷ് ഇടാണ്ട് ആ പുല്ലിന്റെ അപ്പുറത്തേക്ക് ഇവന് 3 ഏറ് കൊടുക്കാം. ഒരു ഏറ് ശരിയാക്കി ഒന്നേ. അപ്പൊ ഫ്രോഗ് കൊടുക്കും. ഈ ഫ്രോഗ് നമ്മുടെ അവന്റെ ഫ്രോഗ് തിരിച്ചെണ്ണോ. എന്റെ കൈ പിടിച്ചാണ് ഫ്രോഗ് അല്ല കേട്ടാ. വെല്ലുവിളി. എന്റെ നിന്റെ ഇഷ്ടത്തിന് ഇതാ നോബ് ഇങ്ങോട്ട് ഒരുപാട് ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പോകില്ല. അപ്പറേറ്റ് എടുക്കൂല.
അപ്പോൾ ഫ്രോഗിന് വേണ്ടിയുള്ള മത്സരം വീണ്ടും തുടരാണ് നാട്ടാപ്പുറ വലുതുന്നിട്ട്. രണ്ട് ഇവിടെ ചാടി 3 ഇവിടെ ചാടി. ആ പുല്ലിന്റെ അപ്പുറം ചാടിക്കാതാണ് സനാജ് പറയണ. അവ ഇച്ചിരി ലൂസാക്ക്. അല്ല മോനെ ഇത് കറക്റ്റ് ആണോ നോക്ക്. ഇവിടെ വെച്ചേക്കും. നൗഫൽക്കട കയ്യിലാണ് നിന്റെ ഫ്രോഗ്. ഇതിനാ ഇത് കഴിഞ്ഞാൽ അത് ഭയങ്കര ലൂസാ. ഇതേത് പോണ് ഇങ്ങനെ വിട്ടപ്പോ നിങ്ങള് ചക്രമുടലായി പോലെ വിട്ടത് മൊത്തം പോയില്ല. നിർത്താടാ നിർത്താടല്ല ഞാൻ വരുന്നല്ല ഈ ഫ്രോഗിന് ക്യാമറയുടെ മുമ്പിൽ വെച്ച് കാമറ അതിന് വരുന്നത് അല്ല 3ാമതേ അറിയല്ല വെല്ലുവിളികളാവാം. അപ്പൊ സ്റ്റിക്കറിൽ എനിക്കോ രാവിലത്തെ ബെറ്റ് അല്ല അപ്പൊ രാവിലത്തെ ബെറ്റ് കാരണം സ്റ്റിക്കറിൽ എനിക്കുണ്ട്. ബെറ്റ് വെച്ച് തോറ്റ എന്ത് തോറ്റില്ലേ എന്ത് പറ്റി പിന്നെ തോക്കാണ്ട് ഞങ്ങൾ രണ്ടിടത്തും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കണ്ട നമ്മളെ മേലെ പറ്റി രണ്ടുപേരും നീ ആശാനും തമ്മിലുള്ള കളി. മൂന്നാമത്തെ ഏറ് അറിയാത്തവരോട് നാളെ കേട്ടവരറിയാം. അപ്പൊ വെല്ലുവിളി പിൻവലിച്ചു. വെല്ലുവിളി പിൻവലിച്ചുകൊണ്ട് സനാജ് 3ാമത്തെ ഏറ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ബൈറ്റ് കാസ്റ്റ് സ്പിന്നിങ്ങിൽ നിന്നും പെട്ടെന്ന് മാറി ഞാനിത് ആ പുല്ലിന്റെ അപ്പുറം ചാടിച്ച് അടിത്തരാടാന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് വെച്ചതാണ്. പിൻവലിച്ചേക്കാണ്. കൈയോട് തട്ടിയില്ല. ഞാൻ മറ്റേ ചെറുപുഴ എറിഞ്ഞല്ലേ അതിന്റെ ഡബിൾ പവറിൽ പോകും. നീ എറിഞ്ഞു നോക്കിയേ. ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയേ സഫറുദ്ദീൻ. വെറുതെ പണ്ടാറും ഞാൻ താഴത്ത് നിന്നാ ഇവിടെ നിൽക്കണ്ട. വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് പോവാ. പിടിച്ചേ എടാ ഞാൻ ഇവിടെ കൈമ ആക്ഷൻ കൊടുത്തില്ല. കൈ ഇങ്ങനെയല്ലടാ. ആ വെറുതെ അല്ല തുലഞ്ഞാനെ നോക്കിയോ. അപ്പൊ 6-7 ഏറിന് ശേഷം നമുക്ക് ആ പുല്ലിന്റെ തൊട്ടപ്പുറം ചാടിച്ച് സനാജ് ആ ബെറ്റ് പിൻവലിച്ചു. കണ്ണക്കാലിനപ്പുറത്താണ്ട പുല്ലിടക്കാ. സനാജ് അത് ചെറിയ ഫ്രോഗ് മറ്റേ മുക്കുപ്പ് ഇവന്റെ ഏതാ 27 ഗ്രാമം കാടുള്ള മറ്റേ സാധനം മാമ്പ. ഇത് പോണ പൊക്കോണ്ടോ നീ അപ്പുറം പോയില്ല. എനിക്ക് എന്നാലും കൂടുതൽ ദൂരം 2 സ്പിന്നർമാര് ബൈക്ക് ക്ലാസ് 2 വെള്ളത്തിൽ ഇറങ്ങൂടാ. വീണ്ടും കൂടി കാട്ടുമാക്കാരെ 3ാമത്തെ ഏരാണ് ഞാൻ എത്ര എത്തിച്ചത്. നീ പറ്റിക്കാൻ ശിശിരാന്നോട് നാട്ടിക്കോളം ചിന്നന്റെ തൊട്ടപ്പുറേ ഒരു കാര്യം ഇവൻ എത്ര നേരം എറിയണ. ഇത് 5-6 ഗ്രാമുള്ളൂ. അതിനെന്താ ഇവൻ എത്ര നേരം ഞാൻ തൊട്ടിട്ടേയുള്ളൂ. ഇവർ രാവിലെ ഇവരിപ്പോഴും അത് കെട്ടുണിയും ഇനി കെട്ടുണിയും മിക്കവാറും മാക്സിമം ടൈറ്റ് അടിക്കട്ടെ. നിന്റെ ആക്ഷൻ ശരിയല്ല. നീ ഇങ്ങോട്ട് നോക്കി നമ്മൾ കൈ വിടുമ്പോ ഇങ്ങനെ വന്നു. അവിടെ ചെറിയ കണ്ണം കിടക്കണം. അതിനെ പൊക്കിട്ട് എനിക്ക് അടിച്ചായിരുന്നു. കൊണ്ടാ നടപടിയാവുന്നില്ല. അപ്പോൾ ആള് സൈഡിൽ കിടക്കാറുണ്ടാ. ആരെ പൊക്കി വരികയുണ്ട്. കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളൊന്നുമില്ലോ. അവിടെ ബ്രാൻഡ് കിട്ടിയാൽ കേട്ടോ.
സൈസടാ, സൈസല്ല കേട്ടോ, സാധാ ഒരു എത്ര അടി അടിച്ചവൻ. ഞാൻ പയ്യെ ഇറക്കി വിടാം. അപ്പോൾ നമ്മുടെ ഒരെണ്ണം റിലീസ് ചെയ്ത് ചെറുതിട്ട് അള്ള തീരെ ചെറുതാണല്ല. ചെറിയ ബ്രാൻഡാ, നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ ബൈ. തോടിൻ്റെ എൻഡിലെത്തിക്കാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അപ്പുറം നിൽക്കുന്നത് സനാജ്, അഭിനവ്, സച്ചു, സജിൻ, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ പരിചയപ്പെട്ടാണ്ടാ. അപ്പോൾ അവർ പിടിച്ച് കുറച്ച് സ്കിപ്പ് ചെയ്ത് ഫ്രോഗല്ല സ്കിപ്പ് ചെയ്യണേ, ഫ്രോഗ് ടൈലുള്ള ഫ്രോഗ് വെച്ചിട്ടാണ് സ്കിപ്പ് ചെയ്ത് അകത്തേക്ക് ഇരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മീനിനെ അവർ സ്കിപ്പ് ചെയ്ത് നല്ല ചേറ് 4 ചേറും 2 ബ്രാലും ഉണ്ടോ. അപ്പോൾ അത്യാവശ്യം പൊളപ്പൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു. ഓക്കെ, അപ്പോൾ നല്ല ഇതേപോലെയുള്ള വീഡിയോസുകൾ നമ്മൾ ഇതിലും നല്ലൊരു വീഡിയോസായിട്ട് നമ്മൾ ഇവരുടെ കൂടെ തന്നെ കാസ്റ്റ് ചെയ്ത ഒരു ദിവസം നമ്മളിവിടെ തന്നെ മറ്റൊരു മീൻ പിടിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇവരുടെ കൂടെ ഒരു സൺഡേ നമുക്ക് ഇവിടെ കൂടാം. ഓക്കെ, എല്ലാവരുടെ ഭംഗിയുണ്ടോ നിങ്ങൾ? എന്താ രസം നോക്കി, അസ്തമയം, നമ്മുടെ അമ്മച്ചി, എന്ത് ഭംഗിയല്ലേ, നല്ല രസമല്ലേ. കണ്ണെത്താ ദൂരത്ത് പാടങ്ങനെ കിടക്കാണ്. സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക സബിൻ്റെ കൂടെ തന്നെ. ഞങ്ങളപ്പോൾ കല്ലറയുടെ അടുത്ത് പറയാണ്, വിശാല മനസ്സ് വിഷമിക്കേണ്ട, വിധിയുണ്ടെങ്കിൽ നെക്സ്റ്റ് സൺഡേ നമുക്ക് പാക്കലാം. അപ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ വരും അടുത്ത ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞാൽ വേറൊരു ഗെയിം നമ്മൾ കണ്ടേക്കണെയാണല്ലോ. ആ ഗെയിം ഇവിടെ നമ്മൾ പയറ്റി നോക്കും അടുത്ത ആഴ്ച. അപ്പോൾ സ്കിപ്പിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ആയിട്ട് നമ്മൾ വരാമെന്നുള്ളതാണ്. അടച്ചവനാ നല്ല പണി കിട്ടിയേക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് സാധനം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പിടിച്ച് വലിക്കാതെ കുടഞ്ഞെടുക്കാതെ കുടയൊന്നും ചെയ്യണ്ട, പയ്യെ നോക്കി എടുക്കുകയാണെങ്കിൽ സാധനം അടിപൊളിയായിട്ട് പെട്ടെന്ന് ഊരിയെടുക്കാം കേട്ടോ. ഞങ്ങളുടെ അടുത്ത് എത്രമാത്രം കുടുങ്ങിയേക്കാണ്. ഒന്ന് ഇരിക്കാനുള്ള സ്ഥലം നോക്കട്ടെ. ക്ഷമ വേണം. ഓക്കെ, നമ്മൾക്കറിയേണ്ട എവിടെയാണ് ഏത് വള്ളിയിലാണ് ബ്ലോക്ക് വന്നിരിക്കുന്നത്.
2 ലൈൻ കറക്റ്റായിട്ട് അഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ ഇങ്ങനെ ഒരു പോകുന്നുള്ളൂ. കുറച്ചേരെ എത്തിയിട്ട് ആകെ കുടുങ്ങി. എന്താ ഈ സാധനമാണ് വി പോലെ ഉണ്ടാ, ഈ സാധനമാണ് കൊടുക്കണേ. അപ്പോൾ അവനെ നിവർത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഈ കെട്ട് ഒരു വീട് ഉള്ളിലേക്ക് ഇപ്പുറമുള്ള സാധനം അപ്പുറമായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കുന്നതാണ് ആ പ്രശ്നം വന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വന്നേക്കണ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടു കിട്ടാമെന്നുള്ളൂ. സിമ്പിളാണ്. വീഡിയോ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വീഡിയോ കട്ട് ചെയ്യാതെയാണ് കേട്ടോ ഈ ചെയ്യണേ. ആ വി പോലെ വലി വരും. നമ്മൾ പയ്യൊന്ന് വലിച്ചു നോക്കണം. ഒരുപാട് വലിക്കാൻ നിൽക്കരുത് കേട്ടോ, പ്രസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ഒരിക്കലും ടൈറ്റ് ചെയ്യാതെ നോക്കാം. ഇതിങ്ങനെ വന്ന സാധനങ്ങളുണ്ടല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ തന്നെ. കണ്ട ചെറിയ സിമ്പിൾ കേസുകളുള്ളൂ. നമ്മൾ അതിനു വേണ്ടി അന്യായ വലിയ വലിക്കും ദേഷ്യം വരുമ്പോൾ. ദേഷ്യം ഇതിൽ യോജിച്ചതല്ല. ഒരിച്ചിരി ഇതിന് മാത്രം ഒരുപാട് സമയം കൊടുക്കൊന്നുമില്ല. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരുപാട് പ്രശ്നമാണെന്ന് കൊടുക്കും. പക്ഷെ അതിന് മാത്രം സമയം എടുക്കുന്ന സാധനമല്ല കേട്ടോ. ഒരു 1-2 കെട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കൂടെ നേരെ പോരും ഇങ്ങനെ. അപ്പോൾ വീണ്ടും ബ്ലോക്ക് വരുമ്പോൾ അതേപോലെ തന്നെ പയ്യെ ഒന്ന് നോക്കി അത്രമാത്രം കെട്ടുപിടിക്കുന്ന സാധനം കേട്ടോ ഞാൻ ഇപ്പോൾ ഈ അയച്ചേക്കണേ. ഓക്കെ, ഒരു സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷനുകളുണ്ടാവും. വീടും ഈ പാലവും തെണ്ടിയിട്ടും എൻ്റെ പൊന്നടാ. ചേർന്ന് വേണേ പൊളപ്പം ചേർത്താ എങ്ങനെയുണ്ടായിരുന്നത്? നമ്മളപ്പോൾ ആഗ്രഹിച്ച് നടന്നേണ്ടിട്ടാ. എൻ്റെ പൊന്നു, എൻ്റെ പൊന്നടാ. എൻ്റെ പൊന്നടാ. ഐസ് മുതൽ ഫസ്റ്റ് എയർ വന്ന് സ്ഥലം സ്പോട്ട് കണ്ട് നമ്മളൊരു ഒറ്റ എയർ ഇറങ്ങുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ചേറ് കിടക്കുന്ന സ്ഥലങ്ങൾ, മനസ്സിലായില്ലേ? മുതലിട്ടാ എൻ്റെ പൊന്നോ, മാഷാ അല്ലാഹ്. അല്ലൂസേ നടന്ന് കല്ലറയിൽ വന്നിട്ട് നമുക്ക് ചേർന്ന് പിടിച്ചാൽ കേട്ടോ. നിലവിൽ ഇതുവരെ നമുക്ക് ചേർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് 2-3 സുഹൃത്തുക്കൾ ഇങ്ങനെ ചേർന്ന് പിടിക്കുന്ന സെറ്റപ്പ് പറഞ്ഞു തന്നു. ഇവിടെ ഉണ്ട് ചേറ്, പക്ഷെ നമ്മൾ ബ്രാലിനെ മാത്രമേ ടാർഗറ്റ് ചെയ്തുള്ളൂ. ലൊക്കേഷൻ നമുക്ക് കിട്ടുള്ള എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്ലറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കാണ്. കല്ലറ പാടം ഇങ്ങനെ കണ്ടും പാടവും തോടൊക്കെ ആയിട്ട് ഒരുപാട് കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് നല്ല സ്പോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മീൻ പിടിക്കൽ
വല്ലാത്ത കഷ്ടമാണ്. ഇപ്പോൾ ബ്രാലിനെ നാടൻ ബ്രാലിനെ പിടിക്കാൻ വേണ്ടി നടന്നിട്ട് കുറച്ച് സ്ഥലം കിട്ടിയ കാരണം കണ്ടിന്യൂ അവിടെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചേർന്ന് പിടിക്കാൻ പോകണ്ടെങ്കിൽ നിങ്ങളെ തന്നില്ല എന്നുള്ളൂ. ഒരുപാട് നമ്മൾ ഇടങ്ങേറായിട്ടുണ്ട് ചേർന്ന് പിടിക്കാൻ വേണ്ടി. പക്ഷേ കല്ലറയിൽ വന്നു കഴിഞ്ഞാൽ മീനുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്താം. 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരേ സ്ഥലത്ത് കൂടെ നടന്ന് നമ്മളിപ്പോൾ ചേർന്ന് കിട്ടിയത്. അപ്പോൾ പണ്ട് കിട്ടിയുണ്ട് ചെറുതൊക്കെ. ഒരുപാട് നാളുകൾക്ക് ശേഷം ചേർന്ന് നമ്മൾ അന്വയിച്ച് കണ്ടെത്തി നമുക്ക് പിടിക്കാൻ പറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ആ സുഹൃത്തുക്കൾ 3 പേരും കൂടി പറഞ്ഞു ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് ആരും കൂടില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കണേ. ആരും കൂടില്ല, ഞാനിന്ന് ഒറ്റയ്ക്ക് വന്നേക്കണേ. ചേറിൻ്റെ വലിപ്പം കണ്ട, വായി കണ്ട, ഇത് എത്ര kg ഉണ്ടാവുമെന്നൊരു കണ്ടറാണ് കേട്ടോ. എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ പറയാനുള്ള എത്രയുണ്ടെന്നൊന്നും. നല്ല വലിപ്പമുണ്ട് എന്തായാലും. മീനിനെ കാണണ്ടേ? കാണടാ, ചേരടാ, പൊളപ്പണ്ട. ഈ ഉപയോഗിച്ചാണ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. നമ്മുടെ പെരിയാർ പുഴയിൽ വഞ്ചിയിലിട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് നമ്മുടെ ബോയ്ടപ്പിൻ്റെ ഒരു സ്കിപ്പിംഗ് ഫ്രോഗ് ഉണ്ടോ. ഈ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള റബ്ബർ മെറ്റീരിയലിൻ്റെ കറി വെക്കും. ഞാൻ കഴിക്കൽ കുറവാണ്, പക്ഷേ എൻ്റെ അനിയൻ ഇന്ന് വന്നിട്ടുണ്ട്. 2 ആഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച് ഞാൻ പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ നമ്മൾ നടന്ന് വന്നേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 4 സൈഡിൽ നിന്ന് വന്നാൽ ഒരു സിഗ്നലില്ലാത്തൊരു ജംഗ്ഷനിലേക്കായിട്ട് എത്തിയാണ്. അപ്പോൾ 4 തോടും കൂടി വലിയ തോടില്ലേ വെക്കണണ്ട, വലിയ തോട്, പിന്നെ ബാക്കി വലിപ്പം കുറഞ്ഞ ഒരു 3 തോട് ചേർന്ന് സംഗമിക്കുന്ന ഒരു ഭാഗത്താണ് വന്നേക്കണേ. അപ്പോൾ എന്തായാലും ഇവിടെ ചേറും ബ്രാല് പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, വാഹനം ചേറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കല്ലറയുടെ മെയിൻ സെൻറ്ററിൽ കൂടെ പോണ തോടുകളാണിത്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചേറ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് വരാം. ഈ ഭാഗത്തേക്ക് മാത്രമായിട്ട് വരാം. ഓക്കെ.